നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പൊട്ടിപ്പുറത്തായിരിക്കുകയാണ്. ഇംഗ്ലണ്ട് അവിടെ മെക്സിക്കോയുമായിട്ട് ഒരു ക്ലാസിക് മാച്ച് കളിച്ച് ഇംഗ്ലണ്ടും ജയിച്ച് കയറിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മോടൊപ്പം കളി വിലയിരുത്താൻ വേണ്ടി കളി നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. വെൽക്കം ഷിയാബ് സാർ. താങ്ക് യു. പ്രതീക്ഷകളൊക്കെ തെറ്റി സാറിൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഇത്തവണ ബ്രസീൽ കപ്പടിക്കുന്നതായിരുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ? ബ്രസീൽ നല്ലൊരു ഷേപ്പിലുണ്ടായിരുന്നു കളിയൊക്കെ. ഇതുവരെ പ്രീ ക്വാർട്ടർ എത്തുന്നവരെയുള്ള കളികളൊക്കെ ഗ്രാജ്വലി ഉള്ള ഒരു ഇവോൾവ് ചെയ്ത് നല്ല രീതിയിൽ ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കോൺഫിഡൻസും അതേപോലെ ആഞ്ചലോട്ടിയുടെ ഒരുപാട് തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഈ കളിയിൽ പ്രതിഫലിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ്. നമ്മളെ പ്രഡിക്ഷനും ഒക്കെ തെറ്റിയിട്ടുള്ള, മൊത്തത്തിൽ തകിടം മറിച്ച രീതിയിലുള്ള ബ്രസീൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു കളിയായിരിക്കും ബ്രസീലിൽ നിന്ന് ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബ്രസീൽ ഒരു തരത്തിലും നമ്മൾ ബ്രസീലിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അൺക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കളിയാണ് കളിച്ചത്. 34% മാത്രമാണ് ബ്രസീലിന് ബോൾ പൊസിഷൻ. നോർവേ സത്യത്തിൽ എന്താ ചെയ്തത്? നോർവേ ചെയ്തത് എന്തായിരുന്നു അവിടെ നോർവേയുടെ ഒരു മാജിക്? എനിക്ക് തോന്നിയത് ഒരു ഫസ്റ്റ് നമ്മൾ ഹൈഡ്രേഷൻ ബ്രേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതുവരെയുള്ള ടൈമിൽ തന്നെ നമുക്ക് നോക്കിയപ്പോൾ തന്നെ ശരിക്കും നോർവേയുടെ ഒരു ഗെയിം പ്ലാൻ എനിക്ക് വ്യക്തമായി തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് മാക്സിമം ബോൾ പൊസസ് ചെയ്തിട്ട് ബ്രസീലിന് അവരുടെ നാച്ചുറൽ ഗെയിം കളിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പൊസസ് ചെയ്തിട്ട് ഒരു ഡിഫൻസിൽ ഒതുങ്ങിയിട്ടൊന്നല്ല, അവർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ബോൾ പൊസസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കുക, ഹാളണ്ടിലേക്കോ ഒക്കെ ബോൾ എത്തിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ തുടക്കത്തിന് മനസ്സിലാവുന്ന എനിക്ക് ബോള് വിട്ടു കൊടുക്കാതിരിക്കാനുള്ളത്, ആ ഒരു പൊസഷൻ ഗെയിം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീലിന് എനിക്ക് തോന്നിയത് എന്താ പറയുക, ഹൈഡ്രേഷൻ ബ്രേക്ക് വരെയുള്ള ഒരു 10-15-20 മിനിറ്റുള്ള കളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ ഒരു ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിലൂടെ ബ്രസീൽ ഒരു പക്ഷേ തിരിച്ച് വരും എന്നുള്ളത്. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. ബ്രസീലിൻ്റെ ആ രീതിയിൽ വീണ്ടും നമ്മളെ ഒരു കളിയുടെ നിയന്ത്രണം നോർവേയുടെ അടുത്ത് ഉണ്ടാകുന്നതാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതാണ് ഇതിൽ വലിയ രൂപത്തിലൊരു അത്ഭുതം ഉണ്ടാക്കിയത്. ഒരു തരത്തിലും ബ്രസീലിന് ബോൾ പൊസിഷൻ കൊടുക്കാതിരിക്കാൻ നോർവേ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബോൾ പൊസിഷൻ ഇല്ലെങ്കിൽ പിന്നെ ബ്രസീലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അവർ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഭവം തന്നെ ആവണം. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അവരുടെ കയ്യിൽ തന്നെയാണ് ബോൾ. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് സമയം ബോൾ ഉണ്ടായെങ്കിലും അത്രയധികം ഗോളിലേക്കുള്ള നീക്കങ്ങളൊന്നും നോർവേ നടത്തിയിട്ടില്ല. അതിനേക്കാൾ ബ്രസീലിലായിരുന്നു ഈ എക്സ്പെക്റ്റഡ് ഗോളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പെനാൽറ്റിക്ക് മുമ്പ് നോർവേ ഒരു ഗോൾ ബ്രസീലിൻ്റെ വലയിലേക്ക് എത്തിക്കേണ്ടത് ഓഫ് സൈഡായി പോയി. അതൊരു വാർണിംഗ് സിഗ്നലായിരുന്നു. ഈ പെനാൽറ്റി ഉണ്ടല്ലോ, അതായത് മാത്യൂസ് കുഞ്ഞെ ഫൗൾ ചെയ്തതിന് റഫറി ഇമ്മീഡിയറ്റ്ലി വിളിക്കേണ്ട പെനാൽറ്റിയാണ്. അദ്ദേഹം പിന്നെ വാറൊക്കെ നോക്കിയിട്ടാണ് അത് എന്തായാലും കറക്റ്റ് ചെയ്ത് വിളിച്ചു. ആ പെനാൽറ്റി ബ്രൂണോ ഗുയിമറസ് എടുത്തത് ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ രീതി മാറുമായിരുന്നില്ലേ? എന്തായിരിക്കും ബ്രൂണോ ഗുയിമറസിനോട് പറ്റിയിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നു ഒട്ടും കൺവിൻസിങ് അല്ല, കോൺഫിഡൻ്റ് അല്ലാത്ത രീതിയിലാണ് ഗിമറാഷ് അത് ഷോട്ട് എടുത്തത്. നമ്മളുടെ തന്നെ അറിയാം, ഇപ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്നു ഗോളിയുടെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പിന്നെ ഗിമറാഷിന് ആ രീതിയിലുള്ള ഗോളിയുടെ എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് എന്ന് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ ഒരു കോൺഫിഡൻറ്റ് വളരെ ടെൻസ്ഡ് ആയിരുന്നു ഗിമറാഷ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം വളരെ ക്രൂഷ്യലായിട്ടൊരു മൂവ്മെൻറ്റാണ്, ലീഡ് നേടാൻ പറ്റിയൊരു അവസരമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ഒരു ലീഡ്, ഒരു ഗോൾ ഒരു പക്ഷേ വന്നിരുന്നെങ്കിൽ നേരെ കളിയുടെ ഗതി എന്നുള്ളതാണ്. പക്ഷെ നോർവേയെ സംബന്ധിച്ചുള്ള നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള അവർ തമ്മിലുള്ള ഹെഡ് ടു ഹെഡിൽ 4 ഗോൾ അൺബീറ്റൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ്, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നോർവേ ഇറങ്ങിയതും കളിച്ചു എന്നുള്ളതാണ്. ഇതിൽ തീർച്ചയായിട്ടും ഗുയിമറസിന്റെ ഷോട്ട് വളരെ പൂറായിരുന്നു. ഒരു കംഫർട്ടബിൾ ഹൈറ്റിലാണ് നൈലൻഡിനെ തടയാൻ വേണ്ടി വന്നത്. കൃത്യമായിട്ട് കോർണറിലേക്ക് ആയിരുന്നില്ല. അപ്പം ബ്രൂണോ ഗുയിമറസിനെ കൊണ്ട് പെനാൽറ്റി എടുപ്പിച്ച ചോയ്സ് തെറ്റിപ്പോയി. കാരണം വിനി ജൂനിയർ അവിടെ ഉണ്ട്, വേണമെങ്കിൽ കുഞ്ഞക്ക് പെനാൽറ്റി എടുക്കാവുന്നതാണ്. ഇങ്ങനെ മറ്റു താരങ്ങൾ അവിടെ ഉള്ളപ്പോൾ ബ്രൂണോ ഗുയിമറസ് എന്നുള്ള ഒരു ചോയ്സ് ആഞ്ചലോട്ടിക്ക് പിഴച്ചോ? ഗിമറാഷിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിലുള്ള കളികളിൽ നല്ല രീതിയിലുള്ള ഒന്നാമത് നല്ല അസിസ്റ്റുകൾ, നല്ല ഗോൾ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി വിനീഷ്യസ് സ്റ്റിൽ അവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രൂണോ ഗിമറാഷാണ് ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി അങ്ങനെയുള്ള ഒരു വിനീഷ്യസിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തേണ്ട ഇനി അഥവാ എന്നുള്ള രീതിയിലൊക്കെ ഒരു പക്ഷേ ഗിമറാഷിനോടുള്ള ചൂസ് ചെയ്തതാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരു വർഷത്തെ ഡാറ്റ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും നല്ല കിക്ക് ടേക്കർ റാഫിഞ്ഞയാണെന്നും പിന്നെ നെയ്മർ, അപ്പോൾ അവർ പുറത്താണല്ലോ, അപ്പോൾ നെയ്മർക്ക് പരിക്കൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം കളിച്ചിട്ട് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഗ്രൗണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ആ ഡാറ്റയിൽ നിന്ന് അവർ നോക്കുമ്പോൾ ബെസ്റ്റ് ബ്രൂണോ ഗുയിമറസ് ആയതുകൊണ്ട് എടുപ്പിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ പലരും വിനി ജൂനിയറിനെതിരെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ, ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ അങ്ങ് ചുരുങ്ങുകയായിരുന്നു. കാരണം ടീമിന് വേണ്ട സമയത്ത് ഒളിച്ചോടി, പെനാൽറ്റി എടുത്തില്ല എന്നിട്ട്. പക്ഷെ അങ്ങനെയല്ല, അത് കോച്ചിങ് സ്റ്റാഫ് തീരുമാനിച്ചിട്ട് എടുത്ത സംഭവമാണ് ഗുയിമറസ്. തുടക്കത്തിൽ വിനീഷ്യസ് ബോൾ എടുക്കുന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ എങ്ങനെയാണത് പിന്നെ അത് അങ്ങ് ഗുയിമറസിന് ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അത് നേരത്തെ കളിക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചാണെന്നാണ് വിനീഷ്യസും പറഞ്ഞത്, ആഞ്ചലോട്ടിയും പറഞ്ഞത്, ആഞ്ചലോട്ടിയുടെ മകൻ ഡേവിഡ് ആഞ്ചലോട്ടിയും പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തായാലും ഒരു പാളിച്ച് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു പെനാൽറ്റി ടേക്കർ എടുത്ത്. പിന്നെ ഈ പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ മെസ്സി കളിയിൽ പെനാൽറ്റി ഈ വേൾഡ് കപ്പിൽ മിസ് ചെയ്തു, പക്ഷെ അദ്ദേഹം വേറെ രൂപത്തിൽ ഗോൾ അടിച്ചു എന്നുള്ളത് വേറെ കാര്യം, അത് മെസ്സി. അപ്പോൾ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ ഉണ്ടായോ? നെയ്മറുടെ രണ്ടാമത്തെ പെനാൽറ്റിയൊക്കെ ഗോൾ കീപ്പർ ഇങ്ങോട്ട്, അതായത് ബ്രസീലിന് രണ്ടാമത്തെ പെനാൽറ്റി നെയ്മർ എടുത്ത അവസാനം ഗോൾ കീപ്പർ ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്നു, ഐ വിൽ സ്റ്റോപ്പ് യു എന്നൊക്കെ പറയുന്നത്. നെയ്മർ അങ്ങോട്ട് ആർ യു ഷുവർ എവിടെക്കാണ് ഞാൻ അടിച്ചു തരേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പ്രകോപിപ്പിക്കുന്നു. ഇതൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല, കാരണം വേൾഡ് കപ്പിൽ ഒരു പ്രധാന സമയത്ത് ഇങ്ങോട്ട് പ്രകോപിപ്പിക്കുന്ന ഗോൾ കീപ്പറെ അങ്ങോട്ട് പ്രകോപിപ്പിക്കും. ഗോൾ കീപ്പർമാർ സാധാരണ ഷോട്ട് എടുക്കുന്നവരെ പ്രകോപിപ്പിക്കാറുണ്ട്, അത് അവരുടെ കോൺഫിഡൻസ് ഒക്കെ തെറ്റിക്കാനാണ്. പക്ഷെ നെയ്മർ തിരിച്ച് അങ്ങോട്ട് പ്രകോപിപ്പിക്കുന്നു, ഗോൾ അടിക്കുന്നു, എന്നിട്ട് എന്നോട് ഇത് വേണ്ടെന്ന് പറയുന്നു. അപ്പം നെയ്മർ മിസ് ചെയ്തോ ഫസ്റ്റ് ഹാഫിൽ ബ്രസീൽ? ബ്രസീൽ ഇപ്പോൾ നിലവിൽ നമ്മൾ കളികളൊക്കെ കണ്ടതാണ്, നല്ല രീതിയിൽ നല്ലൊരു ഷേപ്പിൽ വളരെ കോൺഫിഡൻസ് കൂടിയിട്ട് ഒരുപാട് നല്ല കളികളൊക്കെ വിജയിച്ച് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ ആ ലൈനപ്പിൽ മാറ്റിയിരുന്നെങ്കിലും, പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് നെയ്മറുടെ ഫസ്റ്റ് 11 ഉൾപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നല്ല എനിക്ക് തോന്നുന്നത്. അവർ ആക്ച്വലി എന്താ പറയുക, ഒരു ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയില്ല എന്നുള്ളതാണ്. ഒരു ടൈം ഉണ്ടായിരുന്നു, നമ്മൾ അവരുടെ ഗെയിം പ്ലാൻ അവർ എക്സ്പീരിയൻസ് ചെയ്താണല്ലോ. അപ്പോൾ നമ്മളൊരു ആ ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് വരെയുള്ള കളി എന്ന് പറയുന്നത് ഒന്നുകൂടി മുൻതൂക്കം എന്ന് പറയുന്നത് നോർവേക്കായിരുന്നു. അവർ ഡോമിനൻ്റ് ആയിരുന്നു, ബോൾ പൊസസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ആക്ച്വലി എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കണമായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഫസ്റ്റ് ഹാഫിൽ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചാൻസുകൾ വന്നിട്ടുണ്ട്. ചാൻസുകൾ ബ്രസീലിന് ആക്ച്വലി ബിഗ് ചാൻസുകൾ കൂടുതലായിട്ട് എന്താ പറയുക, ഗോളാവാൻ എക്സ്പെക്റ്റഡ് ഗോള് റേറ്റ് അത്രമാത്രം ഉയർന്ന സാധ്യത ഉണ്ടായിരുന്നത് ബ്രസീലിന്റെ ആയിരുന്നു, ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അതാണ് അതൊരു വലിയ വിഷയമല്ലേ. തീർച്ചയായിട്ടും നെയ്മറെ മിസ് ചെയ്തോ നമ്മൾ ചോദിക്കുന്നത് ഈ സെറ്റ് പീസുകളുടെ കാര്യത്തിലാണ്. കോർണറുകളും പതിവ് പോലെ പരിതാപകരമായിരുന്നു, പെനാൽറ്റിയും വന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അല്ലാതെ ടീമിന്റെ ഗെയിം പ്ലേയിൽ ഇപ്പോൾ നെയ്മർ അവസാനം അരമണിക്കൂർ കളിച്ചിട്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മാജിക്ക് കാണിച്ചതുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിന് തീർച്ചയായിട്ടും ഗോൾ അടിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, അതുവഴി കളി തിരിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, അതൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിക്കുന്നത് ജപ്പാനെതിരെ കളിച്ച പോലെ ബ്രസീൽ അങ്ങ് കത്തിക്കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം കുറച്ചങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ എൻട്രിക്കിനെ കളിക്കളത്തിലേക്ക് വിടുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ശരിക്കും എന്താ സംഭവിച്ചത്? സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷന് എൻട്രിക്കിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ദുരന്തമായത് അതുപോലെയാണ്. മറുഭാഗത്ത് നോർവേയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പകരം. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ അവർ ഓസ്കാർ ബോബിനെയും ഷൂൾഡ്രിപ്പിനെയും ഇറക്കി, മാറ്റി മാറ്റി. ഓക്കെ, ആ ഒരു ഇവിടെ ബ്രസീലിന്റെ കാര്യത്തിൽ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷന് എൻട്രിക്കിനെ ഇറക്കിയത് എത്ര ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പാസ്സാണ്. അതിൽ ആ സെക്കൻഡ് ടച്ചിലാണ് പ്രശ്നം വന്നത്. ഫസ്റ്റ് ടച്ച് കഴിഞ്ഞ സെക്കൻഡ് ടച്ച് അവർ നിയന്ത്രണം ഇല്ലെങ്കിൽ പലപ്പോഴും വിനീഷ്യസ് ജൂനിയറിന്റെ കളിയിലും ഇന്നലെ അങ്ങനെ ഒരു ചില കളിക്കുന്നുണ്ടായിരുന്നു, വളരെ ലൈവ്ലി ആയിരുന്നു, വളരെ ആക്റ്റീവ് വിഗറസ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ ബോളിലെ നിയന്ത്രണമില്ലായ്മ ഒരു വിഷയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പ്രഷർ ആയിരിക്കാം. കാരണം ഒരു നോർവേ എന്ന് പറയുന്നത് നല്ല പൊസസ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ബോൾ നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ബോൾ കൊടുക്കേണ്ടെന്ന രീതിയിൽ നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്താൻ വേണ്ടിയുള്ള ഒരു പ്രഷറും കൂടി വന്നപ്പോൾ ഒരു പക്ഷെ നിയന്ത്രണം പോകുന്നതായിരുന്നു. പക്ഷെ എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ധൃതി അവിടെ പോയി. ഒരു സെക്കൻഡ് ടച്ച് ഒരു കൺട്രോൾ ചെയ്തെങ്കിൽ ആ 1-on സിറ്റുവേഷൻ സുഖമായിട്ട് ഗോൾ അടിക്കാൻ പറ്റിയായിരുന്നു എന്നുള്ളതാണ്. ഗോൾ കീപ്പർ ഒന്ന് അഡ്വാൻസ് ചെയ്തിരുന്നു. ആ ബോൾ എൻട്രിക്കിന് കൊടുക്കുമ്പോൾ ഉള്ളൊരു വീഡിയോ ഉണ്ട്, ഇപ്പൊ നോക്കിയാൽ കാണാം. അതായത് ഹാലൻഡ് ഇങ്ങനെ തലയിൽ കൈവെക്കാണ്, ഗോളായി ഉറപ്പിച്ചിട്ട്, അപ്പോഴാണ് ഇത് മിസ് ചെയ്യുന്നത്. ഹാലൻഡ് അപ്പുറത്ത് നിന്ന് തലയിൽ കൈവെക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷെ എന്നിട്ട് അത് മിസ് ചെയ്തു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നോർവേ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബോൾ നല്ല രൂപത്തിൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ബ്രസീൽ സത്യം പറഞ്ഞാൽ ഒന്ന് പാനിക്കായി പോയി. അവർ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. നോർവേ ഇങ്ങനെ ഇത്രയധികം പൊസിഷൻ കീപ്പ് ചെയ്ത്
കളിക്കും എന്നുള്ളത് ബ്രസീൽ വിചാരിച്ചിട്ടില്ല. അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമില്ല. ഇപ്പം ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, എന്തിനാണ് നോർവേയെ പേടിച്ച് കളിക്കുന്നത്, ഒരു ബസ് പാർക്കിംഗ് നോർവേ പോലെ ഒരു ടീമിനോടോ, എന്താണ് ആഞ്ചലോട്ടി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബസ് പാർക്കിങ്ങിലേക്ക് ആഞ്ചലോട്ടി പോയതാണോ, അതല്ല അങ്ങനെ ചെയ്യിപ്പിച്ചതാണോ നോർവേ, എന്താ തോന്നിയത്? അല്ലേ, ബസ് പാർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രഷറാണ് സംഭവം. കാരണം എന്താ പറയുക, നമുക്ക് ഒരിക്കലും ബ്രസീലിന് കളിയുടെ ഒരു നിയന്ത്രണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു താളം, അവർക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ കളികളിലൊക്കെ ഉണ്ടായിരുന്നത് ആക്ച്വലി എന്ന് പറയുക, അവരൊരു ഇതുണ്ടായിരുന്നു താളം. തുടക്കത്തിൽ ആ താളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെയാണ്. പക്ഷെ ആ നിയന്ത്രണം തുടക്കം മുതലേ നോർവേ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രഷറിലേക്ക് അവർക്ക് പലപ്പോഴും എന്ന് പറയുന്നത് അങ്ങോട്ട് ഡീപ്പായിട്ട് ഇറങ്ങേണ്ടി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയാണ് ബ്രസീലിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പൂർണ്ണമായിട്ട് ഒരു ഇന്റൻസിറ്റി ഇല്ലാത്ത പോലെ തോന്നിയില്ല. പിന്നെ ആഞ്ചലോട്ടിയും തന്നെ ഒരു 80 മിനിറ്റിൽ ആ ഗോള് വീഴുന്നത് വരെ ആള് വളരെ കാമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ലാതെ ഒന്നും പാനിക്കാവുക അല്ലെങ്കിൽ ടീമിൻ്റെ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ വന്ന് നിൽക്കുകയൊന്നും ചെയ്തില്ല. ആ ഗോൾ വീണിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളത് കാണുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 60 മിനിറ്റ് കഴിഞ്ഞിട്ടും ഗോൾ വരാതായപ്പോഴാണ് നെയ്മർ ഇറക്കിയതും. നെയ്മർ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടായി എന്ന് പറയല്ല, പെനാൽറ്റി അടിച്ചതല്ലാതെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഹാലൻഡിനെ ഒരു 80 മിനിറ്റ് വരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഗബ്രിയൽ മെഗല്ലസും. നമ്മുടെ മാർക്കിന്യോസിന് അത്ര ഹാലൻഡുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടില്ല. ഗബ്രിയൽ മെഗല്ലസിൻ്റെ റോൾ അതായിരുന്നു ഹാലൻഡിനെ അടിക്കാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ അവസാനത്തെ ആ 10 മിനിറ്റിൽ ഹാലൻഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്ത് പറയുന്നു ഹാലൻഡിൻ്റെ ഒരു പെർഫോമൻസിനെ പറ്റി? ഹാലൻഡ് 4 ഷോട്ടാണ് വന്നത്. അതിലൊന്ന് 2 ഹാഫ് ചാൻസുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2 ചാൻസുകൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷോൾഡർപ്പിന്റെ ഒരു ക്രോസ് ആണ്, പിൻ പോയിന്റ്, അത് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹെഡ് ചെയ്ത് ഔട്ട് പ്ലേ ചെയ്തത് ഗബ്രിയൽ ഔട്ട് പ്ലേ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ആഴ്സണൽ പ്രീമിയർ ലീഗിൽ പരസ്പരം എന്താ പറയുക റൈവൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവിടെ ആക്ച്വലി എന്താ പറയാ ഗബ്രിയലിന് സെക്കൻഡ്, പിന്നെ രണ്ടാമത്തെ ഗോള് ഡാനിലോ. പക്ഷെ അത് ഒരു ഷൂട്ടിംഗ് പ്രാക്ടീസ് പോലെ വളരെ സിമ്പിൾ, വളരെ എഫേർട്ട്ലെസ് ആയി കണ്ടാണ് ഗോള് അടിച്ചത് എന്നുള്ളതാണ്. അത് ഭയങ്കരമായി പോയി. ഒരു ഷൂട്ടിംഗ് പ്രാക്ടീസ് ഒക്കെ ഇങ്ങനെ നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ എടുക്കുന്ന പോലെ അവിടെ നിന്ന് എടുത്തിട്ട് ബോളൊക്കെ ഒന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഒറ്റയടി. അപ്പം പൂർണ്ണമായിട്ടും ബ്രസീൽ തീർന്നു കഴിഞ്ഞിരുന്നു ഒറ്റ ഗോളിൽ തന്നെ. അതെ, ഡിഫൻസിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡഗ്ലസ് സാന്റോസ് ആണ് നല്ല രീതിയിൽ കവർ ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഡാനിലോ വീണ്ടും വീക്കായിരുന്നു. പിന്നെ ഡിഫൻസ് കാസമിറോ ഒന്നുകൂടി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. നന്നായിട്ട് കളിച്ചു. കാസമിറോക്ക് ഒരു ഗോൾ അവസരമൊക്കെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുത്തിയ ഒരവസ്ഥ വന്നു. ആ അവസ്ഥ വന്നു. പക്ഷെ എന്നാലും മാർക്കിന്യോസിന് ഇതേപോലെ തന്നെ എന്താ പറയുക സാധാരണ കഴിയുന്ന പോലെ, പക്ഷെ എന്നത്തെയും പോലെയുള്ളൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്കിന്യോസിന് എന്നുള്ള. ഗബ്രിയലിന്റെ അവസ്ഥ സത്യം പറഞ്ഞെങ്കിൽ എനിക്കൊരു പത്തറ്റിക്കായി തോന്നി. കാരണം പ്രീമിയർ ലീഗിലും ഇതിൽ ആക്ച്വലി എന്താ പറയുക നമ്മള് പൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഹാലൻഡ് ഗോൾ അടിക്കാറുണ്ട്. അതാണ് ഇവിടെ ഹാലൻഡ് അതേപോലെ തന്നെ ഔട്ട് പ്ലേ എന്നുള്ളതാണ്. അപ്പൊ ഇതില് കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഹാലൻഡ് കളിക്ക് ശേഷം പറഞ്ഞാണ് അതിന്റെ കാര്യം. അതായത് നമ്മളെ ഓപ്പർച്യൂണിറ്റി വരും, അത് എപ്പോഴാന്നുള്ളതല്ല, ആ ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ റെഡിയായി നിന്നോളണം. 1-2 അവസരം വരും, ഗോൾ അടിക്കണം, അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആ പ്ലാൻ ചെയ്ത് അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കളി കണ്ടത്. അപ്പോൾ എർലിംഗ് ഹാലൻഡ് ഇപ്പോൾ വേൾഡ് കപ്പിൽ ആകെ 4 കളിയാണ് കളിച്ചത്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ വേൾഡ് കപ്പാണ്. 4 കളിയിൽ നിന്ന് 7 ഗോളുകളായി കഴിഞ്ഞിട്ടുണ്ട്. ഹാലൻഡ് മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളല്ലേ ശരിക്കും ഇപ്പോൾ ലോക ഫുട്ബോളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തു തോന്നുന്നു ഹാലൻഡിൻ്റെ ഈ പോക്ക് പല വമ്പന്മാരുടെയും റെക്കോർഡുകൾ തകർന്ന് വീഴാനുള്ള സാധ്യതയില്ലേ? അത്ഭുതകരമാണ് ആക്ച്വലി. എന്താ പറയുക ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലബ് തലത്തിലാണെങ്കിലും ഇൻ്റർനാഷണൽ തലത്തിലാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രൈക്ക് റേറ്റ് ഓരോ കളിക്കനുസരിച്ച് നടത്തുന്ന പെർഫോമൻസും മികച്ച ഓരോ കളികളിലും ഗോൾ അടിക്കുക എന്നുള്ള തോതിൽ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വേൾഡ് കപ്പിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെബ്യൂ വേൾഡ് കപ്പിൽ നോർവേ പോലുള്ള നോർവേ ടീം എനിക്ക് തോന്നുന്നു 1998 അവസാനം കളിച്ചത്. അതിന് നോക്കൗട്ടിലേക്ക് കടന്നിട്ടുണ്ടല്ലോ, 98 കടന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു പെർഫോമൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാലൻഡ് എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ ഇൻഫ്ലുവൻസ് അത്രമാത്രം സ്ട്രോങ് ആണ്. അതാണ് 28 കൊല്ലം എന്ന് ഹാലൻഡ് പറയുന്നുണ്ട്. 28 കൊല്ലമായി നമ്മൾ വേൾഡ് കപ്പ് കളിച്ചിട്ട്. ഞാൻ ജനിച്ചിട്ട് 25 കൊല്ലമായിട്ടുള്ളൂ. 25 വയസ്സ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അന്ന് അവരുടെ ടീമിൽ ഉണ്ടായിരുന്നു 1998. അതിനുശേഷം മകൻ വന്നിട്ട് ഇന്നേ വരെ നോർവേ കടന്നു പോകാത്ത ഉയരങ്ങളിലേക്ക് ടീമിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രസീലിൻ്റെ കാര്യം പരിതാപകരം. ബ്രസീലിന് ഇനി ഒരു തിരിച്ചു വരവുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അത് ബ്രസീലാണ്, തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഏത് രൂപത്തിൽ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ
മാണ്ടർലി ലക്സംബർഗോ മുൻ ബ്രസീലിയൻ കോച്ചാണ്, സാറിന് അറിയുന്നുണ്ടാവും, റയൽ മാഡ്രിഡിൻ്റെ കോച്ചൊക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് ആഞ്ചലോട്ടി എതിർത്തുകൊണ്ട് പറയുകയാണ്, നമ്മൾ എന്തിന് യൂറോപ്യൻ സോക്കർ കളിക്കണം, അതായത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, വേണ്ടത്ര ഡ്രിബിളിംഗ് ഒക്കെ നടത്താതിരിക്കുക, നമുക്ക് നമ്മുടെ കളി രീതിയില്ലേ ഡ്രിബിളിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കളിക്കണ്ടേ, നോർവേ ഒക്കെ പേടിച്ചാണോ കളിക്കേണ്ടത്. ആഞ്ചലോട്ടി നടത്തിയത് 100 കണക്കിന് മിസ്റ്റേക്കുകളാണ്. ഇതൊരു ബ്രസീലിയൻ കോച്ച്, അതായത് ബ്രസീലുകാരനായ കോച്ചാണെങ്കിൽ എപ്പോഴേ ഫയർ ചെയ്യേണ്ടതായിരുന്നു. അപ്പം ആഞ്ചലോട്ടിക്ക് 2030 വരെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിലും ഈ വിമർശനങ്ങൾ കൂടി വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് ആളെ പറഞ്ഞു വിടുകയും ബ്രസീൽ പഴയതിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? അതേപോലെ ഒരു ക്ലാഷ് ഓഫ് ഐഡിയാസ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ആഞ്ചലോട്ടി യൂറോപ്യൻ, ഇറ്റാലിയനാണ്. ഒരു ക്ലബ് തലത്തിൽ വളരെ ഹൈലി സക്സസ്ഫുൾ ആയ രീതിയിൽ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇൻ്റർനാഷണൽ തലത്തിലേക്ക്, എസ്പെഷ്യലി ബ്രസീൽ പോലെയുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ പവർ ഹൗസ് അല്ലേ, 5 തവണ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള, ഇതുവരെ ബ്രസീലിന് വേണ്ടിയിട്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പുറത്തുനിന്നുള്ള വേറൊരു വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബ്രസീലിൻ്റെ നമുക്കൊരു മുഖമുദ്ര നമുക്കറിയാം. അവരുടെ ഒരു ആ താളം കളിയുടെ ആക്ച്വലി ആക്രമണ ഫുട്ബോളാണ്, അവരുടെ ഡ്രിബിളിങ്ങും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആക്രമണ ഫുട്ബോളാണ്. ഒരിക്കലും നമ്മളൊരു പൊതുവെ ഒരു നെഗറ്റീവ് ഫുട്ബോൾ കളിക്കാറില്ല എന്നുള്ളതാണ്. അവരുടെ ആകെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു വൾണറബിൾ ഇങ്ങനെയുള്ള ചില കേസുകളിൽ ഒന്ന് പാനിക് ആകും എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് ഗോൾ വഴങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ എന്ന് പറയുന്നത് തിരിച്ചടിക്കാൻ, അതെനിക്ക് തോന്നുന്നു അവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം പലപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ടാണ്, ഹൃദയം കൊണ്ട് കളിക്കുന്നതോടുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ, ആഞ്ചലോട്ടിയുടെ ഐഡിയാസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ യൂറോപ്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പം അത് പക്ഷേ ബ്രസീലിയൻ ഫുട്ബോൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളുമായി അതുപോലെ ഈ ഐഡിയ ക്ലാഷ് അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഘടകമായിരുന്നിരിക്കാം, പറയാൻ പറ്റൂല. അപ്പോൾ ആഞ്ചലോട്ടി 2030 വരെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിപ്പോൾ കോൺട്രാക്ട് ഉണ്ട്, ഇപ്പോൾ രാജി വെക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആഞ്ചലോട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ സമയം ബ്രസീലുമായിട്ട് കൂടുതൽ സമയം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ടീമിനെ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു പക്ഷേ എന്താ പറയുക, കുറച്ച് സമയം കൊടുക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള. തീർച്ചയായിട്ടും നല്ല വിമർശനങ്ങൾ കോണുകളിൽ നിന്ന് വരുന്നുണ്ട്, പല കോണുകളിൽ നിന്നും. ആഞ്ചലോട്ടി അതിനെ അതിജീവിക്കുമെന്ന് തന്നെ കരുതാം. ബ്രസീൽ ഫുട്ബോൾ ടീമിനൊരു ഐഡൻറ്റിറ്റി ഇനി റീബിൽഡ് ചെയ്ത് എടുക്കേണ്ടതുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് ഒരു വേൾഡ് കപ്പ് ക്ലാസിക് ആയിരുന്നു. എന്ത് പറയുന്നു? വൺ ഓഫ് ദ മോസ്റ്റ് ത്രില്ലിംഗ് മാച്ചസ് ഐ ഹാവ് എവർ വിറ്റ്നസ്ഡ് എന്ന് പറയാം. എന്താ പറയാ, കളികൾ എന്ന് പറയുന്നത് ജയം അറിയിച്ചിരുന്നില്ലേ, അവർ തോൽക്കുക ചെയ്തത്. മെക്സിക്കോ തോറ്റു. മെക്സിക്കോയുടെ ഒരു സമയത്ത് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻഡർ പുറത്തായില്ല, ഇപ്പോൾ റെഡ് കാർഡ് അപ്പോൾ പുറത്തായതിനു ശേഷം ഉണ്ടായിരുന്ന കുറച്ച് നിമിഷങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ഒരു ഡിഫൻസിലേക്ക് ഡീപ്പിലേക്ക് ഇറങ്ങി ആ ഒരു ഡിഫൻസും അതേപോലെ തന്നെ മെക്സിക്കോയുടെ ഒരു അറ്റാക്കും തമ്മിലുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. അത് കുറച്ച് സമയം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. അത് മാത്രമല്ല, ഈ മത്സരം എന്ന് പറയുന്ന തുടക്കം മുതൽ നമ്മൾ പറഞ്ഞതായിരുന്നു, ആക്ച്വലി നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാച്ച് ആയിരിക്കുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് ഒരു പക്ഷേ ഇന്നലെ തുടക്കത്തിൽ 2 ഗോളുകൾ അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കളിയുടെ ഗതി ഇങ്ങനെ ആവില്ല. കാരണം അസ്ടെക്ക സ്റ്റേഡിയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മെക്സിക്കോ അവിടെ കളിക്കുന്നത് അവരുടെ കോൺഫിഡൻസ്, അവരുടെ കളി എന്ന് പറയുന്നത് ഇന്നലെ കളിച്ചിട്ടുണ്ടെങ്കിൽ അപാര കോൺഫിഡൻസിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഏത് സമയത്തും ഗോള് വീഴും. ഇംഗ്ലണ്ട് കളിച്ചിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ വഴിമധ്യേ അവർക്ക് അവരുടെ ഒരു ഡിഫൻഡറെ നഷ്ടപ്പെട്ടു. റെഡ് കാർഡിൽ 10 പേരുടെ ചുരുങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഡിഫൻസിലേക്ക് പോകേണ്ടി വന്നുള്ളതാണ്. നല്ലൊരു ഒന്നാന്തരം ഒരു ത്രില്ലിംഗ് മത്സരമായിരുന്നു ക്ലാസിക്. ആ 2 മിനിറ്റിനിടക്ക് 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ബെല്ലിംഗാമാണത് ഇംഗ്ലണ്ടിന് അനുകൂലമായിട്ട് കാര്യമായി. പിന്നെ പെനാൽറ്റിയാണ് നമ്മുടെ ഹാരി കെയ്ൻ അടിക്കുന്നത്. ഹാരി കെയ്ൻ തന്നെ പിന്നെ ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും മെക്സിക്കോ ഞെട്ടിച്ച പ്രകടനമായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ട് 10 പേരെ വെച്ചല്ലേ പൊരുതിയത്. അപ്പോൾ അവർ കയ്യടി അറിയിക്കുന്നുണ്ട്. 10 പേരെ വെച്ച് കളി ജയിച്ച്. തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ കയ്യടി അറിയിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് അവിടെ പോയിട്ട് ഒരുപാട് അഡ്വേഴ്സിറ്റിയോട് പൊരുതിയിട്ടാണ്. ഇന്നലെ മറ്റേ പരിപാടി ഉണ്ടായി, മറ്റേ ചെണ്ടകൊട്ടലും മറ്റേ ഒരുപാട് അല്ലേ. ഇപ്പം ഇങ്ങനെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അവിടെ ചെന്നിട്ട്, അതേപോലെ തന്നെ പുലിയുടെ മടയിൽ ചെന്നിട്ട് അവിടെ ഇതിലുണ്ട്. ആക്ച്വലി അവിടെ പോയിട്ട് ചാലഞ്ചിങ് ആണ്, ഇപ്പോൾ സിറ്റുവേഷൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഹൈ ടെമ്പറേച്ചറും ഒക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവിടെ അത്രയും ആളുകളുടെ മുന്നിൽ അസ്റ്റേക്ക സ്റ്റേഡിയത്തിലൊക്കെ മെക്സിക്കോയെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഡോണ്ടിങ്, ശരിക്കും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. തീർച്ചയായിട്ടും അതൊരു വമ്പൻ വിജയമാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ.
ഈ അഡ്വേഴ്സിറ്റീസ് കൂടി നോക്കുമ്പോൾ. അപ്പോൾ ഇനി ഇവർ തമ്മിലെ കളി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നു, ആര് ജയിക്കും സാധ്യത? ഈ രണ്ട് യൂറോപ്യൻ ടീമുകളാണ് നോർവേയും ഇംഗ്ലണ്ടും. ഞാൻ അതിൽ സാധ്യത കാണുന്നത് ഇംഗ്ലണ്ടിന് തന്നെയാണ് സാധ്യത. എല്ലാ ദിവസവും ഇപ്പോൾ അതുപോലെ നടന്നോളന്നില്ല. ബ്രസീലിൽ ചെയ്ത പോലെ ഇംഗ്ലണ്ടിനോട് ചെയ്യാൻ. പക്ഷേ നോർവേയുടെ കളി വായിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും നോർവേയുടെ കളി വെച്ചെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വളരെ നല്ല രീതിയിൽ മികച്ചൊരു കെട്ടുറപ്പോട് കൂടിയിട്ടാണ് ഒരു കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബ്രസീലിനെതിരെ ഇങ്ങനെ ആക്ച്വലി ഡോമിനേറ്റ് ചെയ്യാം. ബ്രസീലിനെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഡോമിനേറ്റ് ചെയ്യാമെങ്കിൽ അപ്പോൾ ഇംഗ്ലണ്ടിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. പക്ഷേ ഇംഗ്ലണ്ട് തന്നെയാണ് പ്രിപ്പയർഡാണ്. ഇംഗ്ലണ്ട് നല്ല പ്രിപ്പയർഡ്. ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് നല്ല കെട്ടുറപ്പോടി നല്ല രീതിയിൽ ഹാരി കെയ്ൻ ഉണ്ട്. അതേപോലെ തന്നെ നല്ല പെർഫോമൻസാണ് ഹാരി കെയ്ൻ. ഇപ്പോൾ നിലവിലിപ്പം 6 ഗോളുകളായി. അതേപോലെ തന്നെ ബെല്ലിംഗാം ഇടയിൽ സംശയിക്കപ്പെട്ടിരുന്നു സ്റ്റാർട്ടിംഗ് 11 ഇൻക്ലൂഷനെ കുറിച്ചൊക്കെ. പക്ഷെ ആ സംശയമൊക്കെ തീർക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ്, വളരെ കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടാണ് ബെല്ലിംഗാം ഒരു ക്ലിയർ ചെയ്തേണ്ട ഒരു ഗോള് ആകെ സാധ്യത ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്നലെ നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നല്ല ബെല്ലിംഗാം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഒഡേഗാർഡും ഓസ്കാർ ബോബും പിന്നെ നമ്മുടെ ഏർലിംഗ് ഹാലൻഡും ഒക്കെയാണ് മറുഭാഗത്തുള്ളത് എന്നുള്ളത് കൊണ്ട് താരങ്ങൾ തമ്മിൽ നന്നായിട്ട് പരസ്പരം അറിയാവുന്നവരായിരിക്കും. എന്തായാലും അപ്പർ ഹാൻഡ് ഇംഗ്ലണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് വിശകലനം ചെയ്യാം. എന്തായാലും ഇന്ന് നമ്മുടെ പോർച്ചുഗലിൻ്റെ കളിയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.